പ്രവാസി മൈഗ്രേഷൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സന്തോഷകരമായ ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. നമ്മളിന്ന് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം സംസാരിക്കുമ്പോൾ വലിയൊരു പ്രാധാന്യമുള്ള ഒരു വിഷയം ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുകയാണ്. അത് F-35 അമേരിക്കയുടെ ഏറ്റവും പുത്തനായിരിക്കുന്ന യുദ്ധവിമാനമാണ്. 5ാം തലമുറയിൽപ്പെട്ട 5th ജനറേഷൻ എന്ന് പറഞ്ഞിട്ടാണ് അത് പുറത്തിറക്കിയത്. ആകെക്കൂടി ലോകത്തിൻ്റെ കയ്യിൽ അത് 150 എണ്ണേ ഉള്ളൂ. 20ഓളം രാജ്യങ്ങൾ വളരെ സെർച്ച് ചെയ്ത് പഠനം നടത്തി മുൻകാലങ്ങളിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കപ്പെട്ടതിൻ്റെ തന്ത്രങ്ങളും അതിൻ്റെ ആയുധ സംവിധാനങ്ങളും ഈ കാലോചിതമായി മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കപ്പെട്ട സംവിധാനങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഏറെക്കുറെ 10-20 രാജ്യങ്ങളോട് സംയുക്തമായിട്ടാണ് F-35 യുദ്ധവിമാനം ഉണ്ടാക്കുന്നത് അമേരിക്കയിൽ നിന്നാണെങ്കിലും ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങൾ അതിൻ്റെ ഈ സംവിധാന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. മെഷീനറിയുമായിട്ട് ബന്ധപ്പെട്ട പലതും അവരുടെ ഭാഗത്തു നിന്നാണ് എന്നും പറയുന്നു. നിലവിലെ സാഹചര്യത്തിൽ റഡാർ സംവിധാനത്തെ തെറ്റിച്ചുകൊണ്ട് അല്ലെങ്കിൽ റഡാർ സംവിധാനത്തിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധം സാങ്കേതിക വിദ്യയുടെ തനിമയുള്ള യുദ്ധവിമാനമാണ് F-35 എന്ന് പറയുന്നത്. അത് മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം 35 എണ്ണം ഉള്ളത് ഇസ്രായേലിൻ്റെ കയ്യിലാണ്. മറ്റ് ഈ സൗദി അറേബ്യ, തുർക്കി പോലെയുള്ള പല രാജ്യങ്ങളും സൗദി അറേബ്യയായിട്ട് ചില കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അത് പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചില്ല. അതിന് ഇസ്രായേൽ സമ്മതിച്ചിട്ടില്ല, തുർക്കിക്ക് നൽകാനും സമ്മതിച്ചിട്ടില്ല. ഈ വിമാനം ഇറാൻ വെടിവെച്ച് താഴ്ത്തിട്ടു. അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് F-35 യുദ്ധവിമാനത്തെ തകർക്കാൻ വേണ്ടി 3ാം ലോക രാജ്യമായിരിക്കുന്ന ഇറാനെ പോലുള്ള രാജ്യത്തിന് സാധിച്ചത്. ലോകം ഞെട്ടിലാണ്, അമേരിക്ക പ്രത്യേകിച്ച്. കാര്യം ഇത് ഏറ്റവും നൂതനമാണ്. ലോകത്തിലെ ഒരു രാജ്യങ്ങൾക്കും നിർമ്മിക്കാൻ വേണ്ടി പറ്റില്ല, ഒരു രാജ്യത്തിനും ഇതിൻ്റെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി പറ്റില്ല. ഇത് ലോകത്തിൻ്റെ ഏത് ആകാശത്തൂടെ പറക്കുകയാണെങ്കിലും റഡാർ സംവിധാനത്തിനോ മറ്റേതെങ്കിലും സംവിധാനത്തിനോ കണ്ടെത്താൻ വേണ്ടി സാധിക്കില്ല. മാത്രവുമല്ല 100 കിലോമീറ്റർ ചുറ്റളവിലുള്ള സംഭവങ്ങൾ അപ്പോൾ തന്നെ ഇതിൻ്റെ പൈലറ്റിന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് ഈ വിമാനത്തെ താഴ്ത്തിയോ ഉയർത്തിയോ 2 ഭാഗങ്ങളിലാക്കിയിട്ടോ, അതായത് ഒരു മിസൈൽ വരികയാണെങ്കിൽ ആ മിസൈലിനെ വെട്ടിച്ചു കൊണ്ടുപോകാനുള്ള സംവിധാനം പോലും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങൾ തീരെ ഇല്ല എന്ന് പല ഘട്ടങ്ങളിലും അമേരിക്ക തന്നെ അവകാശപ്പെടുന്ന രാജ്യത്തിൻ്റെ പേരാണ് ഇറാൻ എന്ന് പറയുന്നത്. എങ്ങനെ ഇവർക്കത് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് മുൻപ് ആരോത്രി പോലെയുള്ള പ്രതിരോധ സംവിധാനം, അയൺ ഡോം പോലെയുള്ള പ്രതിരോധ സംവിധാനം ഇതെല്ലാം തകർത്തിട്ടുണ്ട് അമേരിക്ക. ഇറാൻ അതൊക്കെ തകർത്തിട്ടുണ്ടെങ്കിലും അതതിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് മാത്രം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. കാര്യമെന്ന് പറഞ്ഞാൽ മിസൈൽ കൊണ്ട് ആക്രമിച്ചുകൊണ്ടാണ് മിസൈലിൻ്റെ പ്രതിരോധ സംവിധാനത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അതിന് ചെറിയ രീതിയിൽ അതേക്കുറിച്ച് വിവരങ്ങൾ നൽകിയിട്ട് അത് അവസാനിപ്പിച്ചു. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് ഏകദേശം 1 കിലോമീറ്റർ മുതൽ 3 കിലോമീറ്റർ ഭൂമിയിൽ നിന്ന്, പ്രതലത്തിൽ നിന്ന് ആകാശത്തിലേക്ക് ഉയർച്ചയിലൂടെ സഞ്ചരിക്കാൻ ഇതിന് പറ്റും എന്നുള്ളതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ ഏതൊരു സാധാ വിമാനത്താവളത്തിൽ ഇത് ലാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുകയും ചെയ്യും. അങ്ങനത്തെ വലിയ പ്രത്യേകതയുള്ള ഒരു യുദ്ധവിമാനം വളരെ സിമ്പിളായ രീതിയിൽ അതിനെ തകർക്കാൻ വേണ്ടി സാധിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം ചെറുതല്ല, വളരെ വളരെ വലുതാണ്. അതായത് ഈ ആകാശ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യം വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന രീതിയിലല്ല നിലവിലിപ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യമുള്ളത്. കാര്യമെന്ന് പറഞ്ഞാൽ അവരിപ്പോഴും യുദ്ധവിരാമത്തെക്കുറിച്ചോ ചർച്ചയെക്കുറിച്ചോ പറയുന്നില്ല. ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ്, യുദ്ധത്തിന് വന്നോളൂ. 5 വർഷത്തോളം യുദ്ധം ചെയ്യാനുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും തങ്ങളുടെ കൈവശത്തിലുണ്ട്. അതിൻ്റെ രീതിക്കനുസരിച്ചിട്ട് ഞങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ആയുധങ്ങൾക്കോ നിർമ്മാണമായിരിക്കുന്ന മിസൈൽ പോലെയുള്ള സംവിധാനത്തിനോ സൈനികപരമായിരിക്കുന്ന മേഖലക്കോ ഒന്നും പറ്റിയിട്ടില്ല. അതൊക്കെ ആരോപിക്കുക എന്നല്ലാതെ നിങ്ങൾ 3 ദിവസം കൊണ്ടോ 4 ദിവസം കൊണ്ടോ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ യുദ്ധം ഇപ്പോൾ എത്ര ദിവസം എത്തിയിട്ടുണ്ട് എന്നുള്ളതും എത്രത്തോളം നാശം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമെന്നാണ് ഇറാൻ മറുപടി പറയുന്നത്. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. നിങ്ങളുടെ രാജ്യത്ത് ഞങ്ങളാൽ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടത്തെക്കുറിച്ച് നിങ്ങൾ വിവരങ്ങൾ പറയൂ, എന്തുകൊണ്ട് പുറത്ത് വിടുന്നില്ല? അത് അമേരിക്കയോടും പറയുന്നുണ്ട്. അമേരിക്കയുടെ ഈ കപ്പൽ അബ്രഹാം ലിങ്കൺ കപ്പലുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗം കത്തിപ്പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് ആദ്യം 500 നോട്ടിക്കൽ മൈൽ വ്യത്യാസത്തിലായിരുന്നു ഇറാൻ്റെ അതിർത്തിയും ഈ കപ്പലും തമ്മിലുണ്ടായിരുന്നത്. പിന്നീട് ഇറാൻ ഇതിനെ ആക്രമിച്ചതോടുകൂടി അത് 100 നോട്ടിക്കൽ മൈലായിട്ട് അത് പുറകോട്ട് പോയി. ഇപ്പോൾ അത് 700 നോട്ടിക്കൽ മൈലാണ് ഉള്ളത് എന്നാണ് പറയുന്നത്.
കാര്യം അക്രമത്തിൻ്റെ വീര്യം കൂടുന്നതിനനുസരിച്ച് ഇവരത് പുറകോട്ട് പോവുക. ഇതിനെ കൊണ്ട് ആക്രമിക്കുന്ന സമയത്ത് 79 യുദ്ധവിമാനങ്ങൾ ഈ കപ്പലിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് ആ വിമാനത്തിന് ഏതെങ്കിലും തരത്തിൽ തീപിടുത്തം ഉണ്ടായാൽ, ഒരു വിമാനം തീപിടുത്തം ഉണ്ടായാൽ തൊട്ടടുത്ത വിമാനം തീ പിടിക്കുന്നുള്ള ഉറപ്പാണ്. അപ്പോൾ അതിന് സംരക്ഷണം നൽകുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ ബാധ്യതയായിരിക്കുകയാണ്. അപ്പോൾ അവിടെ കപ്പലിനെ സംരക്ഷിക്കണം, അവിടുത്തെ സൈനികരെ സംരക്ഷിക്കണം, അതിൽ ആയുധത്തെ സംരക്ഷിക്കണം, ഇവിടെ ഇസ്രായേലിനെ സംരക്ഷിക്കണം, മിഡിൽ ഈസ്റ്റിൽ മൊത്തത്തിൽ ഇറാൻ ആക്രമിക്കുന്നതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനം ഒരുക്കണം. അമേരിക്കയുടെ എംബസികളും കോൺസുലേറ്റൊക്കെ അടിച്ചു പൂട്ടിയിട്ടുണ്ട്. അവിടെയുള്ള ആളുകൾക്ക് നാട്ടിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് സുരക്ഷാ സംവിധാനം ഒരുക്കണം. അങ്ങനെ വലിയ രീതിയിൽ വിഷണ്ണമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അമേരിക്ക എത്തിയിരിക്കുന്നു. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇത് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ചെങ്കടലുമായിട്ട് ഈ ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് അമേരിക്ക പറഞ്ഞത് എല്ലാ കപ്പലുകളും കടത്തി വിടുന്ന സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. അതിന് യൂറോപ്യൻ രാജ്യങ്ങളെ ഇറാൻ ക്ഷണിച്ചു. നിങ്ങൾ വരൂ എന്ന് പറഞ്ഞിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ നിങ്ങളുടെയും കൂടി ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത്. ഒരു രാജ്യം പോലും കപ്പലയക്കാൻ വേണ്ടി തീരുമാനിച്ചു. കാരണം ഇല്ലാത്തൊരു ശത്രുവിനെ ഉണ്ടാക്കുകയാണ്. ഇറാനുമായിട്ട് ഇപ്പോൾ ഉടക്കുന്നത് ലോക രാജ്യത്തിന് ഭയങ്കര പേടിയാണ്. കാര്യം അവർ കയറൂരി വിട്ട സിംഹത്തെ പോലെ എന്നൊക്കെ പറയുന്ന പോലെയാണ്. ഏകദേശം ഒരു 2-3 മാസം ഒരു സിംഹത്തെ കെട്ടിയിട്ട് എന്ന് കരുതുക. ആ കെട്ടിട്ട സിംഹത്തെ കയറൂരി വിട്ടാലുണ്ടാകുന്ന അതിൻ്റെ വെപ്രാളങ്ങളും അതിൻ്റെ ആക്രമ രീതികളും സഹിക്കാൻ പറ്റാത്തതാണ്. ആ രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാൻ പെരുമാറും. ഒരു നിയന്ത്രണവുമില്ലാത്ത രീതി. എല്ലാ 18ഓളം രാജ്യത്തെ ഇപ്പോൾ നിലവിൽ ആക്രമിച്ചു. തുർക്കിയെ 2 പ്രാവശ്യം ആക്രമിച്ചു. അതിർത്തി പങ്കെടുത്ത രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് തുർക്കിയൊക്കെ. 2 പ്രാവശ്യം ആക്രമിച്ചു. അതിന് അവർ പറയുന്ന കാര്യം, തുർക്കിക്കകത്തുണ്ടാകുന്ന ഒരു സംഘത്തെ ഇറാനിലേക്ക് അമേരിക്കയുടെ സപ്പോർട്ടോടുകൂടി അയക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കുർദ് വിഭാഗം അവിടെ സജീവമാണ്. ആ വിഭാഗം സജീവമാകുന്ന സമയത്ത് ഇറാൻ്റെ അകത്തും ചെറിയ ശതമാനം കുർദുണ്ട്, തുർക്കിയുടെ അകത്ത് ഒരുപാടുണ്ട്. ആ വിഭാഗങ്ങൾ ഒന്നിച്ചുകൊണ്ട് ഈ ഭാഗത്തേക്ക് അമേരിക്കയ്ക്ക് അനുകൂലമായിരിക്കും ഒരു നിലപാടെടുക്കാൻ വേണ്ടി വന്നാൽ അത് തങ്ങളെ സാരമായിട്ട് ബാധിക്കും. അതിന് അഡ്വാൻസ് ആയിട്ട് ഒരു മിസൈൽ. പിന്നെ അതിന് ശേഷം അമേരിക്കയുടെ എംബസി, അമേരിക്കയുടെ സൈനിക ബേസ് പ്രവർത്തിക്കുന്നുണ്ട് തുർക്കിയിൽ. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഒരു ഓർമ്മ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സൈനിക ബേസിലേക്ക് ഒരു മിസൈൽ ആക്രമണം 2 പ്രാവശ്യം ആക്രമിച്ചു. പക്ഷേ തുർക്കി തിരിച്ചാക്രമിച്ചിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇറാഖിലുള്ള അമേരിക്കയുടെ സൈനിക ബേസ് മിസൈൽ ആക്രമിച്ചുകൊണ്ട് തകർത്തിരിക്കുന്നു. 14 ആളുകളെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇസ്രായേൽ സൈനികർ. പക്ഷേ അമേരിക്ക പുറത്ത് വിട്ടിട്ടൊന്നുമില്ല. അത് വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ അതിൻ്റെ സാറ്റലൈറ്റ് ചിത്രങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമേ അവർ സമ്മതിക്കുകയും ചെയ്യൂ. ഇവരെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മരണം ഉണ്ടായാലോ നാശനഷ്ടം ഉണ്ടായാലോ അങ്ങനെയൊന്നും സമ്മതിക്കുന്നവരല്ല. ചരിത്രത്തിൽ ഇന്ന് വരെ അമേരിക്കൻ സംഘം യൂറോപ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഏത് യുദ്ധത്തിൽ പങ്കെടുത്താലും 100 അവരുടെ സൈനികർ കൊല്ലപ്പെട്ടാലും ഒരു സൈനികന് നിസ്സാരമായിരിക്കുന്ന പരിക്കേറ്റു എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്യുക. അതൊരു രീതി അങ്ങനെയാണ്. ഇപ്പോൾ ഏകദേശം 500-ലധികം എങ്കിലും ഇസ്രായേലികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ യുദ്ധത്തിൽ എന്നുള്ളതാണ് കണക്ക്. അവർ പറഞ്ഞത് ഇപ്പോൾ തൊട്ടടുത്ത ദിവസമുള്ള ആക്രമണത്തിൽ 6 പേര്, അതിന് മുൻപ് 11 പേര്. അപ്പോൾ 11, 6, 17 പേര്. ഏകദേശം അതിന് ശേഷം 1 2 ആൾ എന്നൊക്കെ പറയും 19, 20 എണ്ണം പോലും ഇപ്പോൾ അവർ സമ്മതിച്ചിട്ടില്ല. മരണസംഖ്യ 500 ഏകദേശം പറയാം. അതിനൊക്കെ എത്രയോ മടങ്ങാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ദേശം അപ്പാടില്ലാതാക്കിയിരിക്കുന്നു ഇറാൻ. ഒരു ഫ്ലാറ്റ് സമുച്ചയങ്ങൾ അപ്പാടെ തകർത്തിരിക്കുന്നു. ഒരു ഫ്ലാറ്റ് എന്ന് പറയുന്ന സമയത്ത് 10 നില ഫ്ലാറ്റിൻ്റെ അകത്ത് എത്ര ആൾക്ക് താമസിക്കാൻ പറ്റും? 500 അധികം ആളുകൾക്ക് താമസിക്കാൻ പറ്റും. വിശാലമാക്കപ്പെട്ട ഫ്ലാറ്റ് സംവിധാനമുള്ള രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അവരുടെ ലൈഫ് തന്നെ ഫ്ലാറ്റ് ലൈഫ് എന്നാണ് അവരെ കൊണ്ട് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഏകദേശം ഒരു 60-ലധികം ഇത്തരം ഹൈറ്റുള്ള ബിൽഡിങ്ങുകൾ തകർന്നു പോയിരിക്കുന്നു. പിന്നെ അതിൻ്റെ തായ്വാരത്തുള്ളത് ഇസ്രായേലിൻ്റെ മിസൈൽ, ഇറാൻ്റെ മിസൈൽ ഇങ്ങോട്ട് വന്ന് പൊട്ടിത്തെറിക്കുക, പ്രതിരോധമൊന്നുമില്ല. അയൺ ഡോം പ്രതിരോധിക്കും എന്നൊക്കെ പറയുന്നു. ഒരു പരിധിവരെ പ്രതിരോധിച്ചിട്ട് അയൺ ഡോമിന് മതിയായി. പിന്നെ അവർ മാറിക്കുക. പിന്നെന്താ? പിന്നെ നേരെ ഇങ്ങോട്ട് വന്നിട്ട് പൊട്ടിത്തെറിക്കുന്നു, നാശങ്ങളുണ്ടാകുന്നു, നഷ്ടങ്ങളുണ്ടാകുന്നു, മരണങ്ങൾ ഉണ്ടാകുന്നു, ആശുപത്രി നിറയുന്നു, ബങ്കറുകൾ നിറയുന്നു, മനുഷ്യർക്ക് ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങാടിയിൽ ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതി വരുന്നു, അവരുടെ വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. അങ്ങനെ വല്ലാത്ത രീതിയിൽ ക്രിട്ടിക്കലായിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നിലവിലിപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്.